എനിക്കൊന്ന് ഈ ഷോപ്പിങ്ങിന്റെ കാര്യം ആലോചിക്കുമ്പോൾ പിന്നെ നിങ്ങൾ അതിന് ഫോളോ അപ്പ് ക്യാമ്പയിൻസും ചെയ്തു അല്ലേ? ഫോളോ അപ്പ് ക്യാമ്പയിൻസ് പറഞ്ഞാൽ എല്ലാ കൊല്ലം നിങ്ങൾ എന്തെങ്കിലും ആക്ച്വലി പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇയേഴ്സിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ എക്സ്പ്രസോന്റെ സ്ട്രാറ്റജി നേരത്തെ പറഞ്ഞ പോലെ ഈവൻ കമ്പനിയിൽ നിന്ന് നമ്മളൊരു ഇന്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ഏജൻസി ആയി. ഇന്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ഏജൻസി ആയിരുന്നത് ആക്ച്വലി ഞങ്ങൾ പിന്നെ സ്ട്രാറ്റജി ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി ഞങ്ങളെ കമ്പനീൻ്റെ അകത്തേക്ക് ഇറ്റ്സ് ലൈക്ക് ടോപ്പ് ഓഫ് ദ പിരമിഡ് സ്ട്രാറ്റജിയാണ്. കാരണം ബാക്കിയുള്ളതൊക്കെ മേ ബി ഈവൻ AI പോലത്തെ ടൂൾസ് കൊണ്ടുപോയി കഴിഞ്ഞാലും ഫൈനലി ദ എൻഡ് ഓഫ് ദ ഡേ സ്ട്രാറ്റജി മാറ്റേഴ്സ്. കറക്റ്റ്. ഇതെങ്ങനെ എല്ലാ പീസുകളും കറക്റ്റ് ആക്കി വാട്ട് ഇസ് എ കറക്റ്റ് കോമ്പിനേഷൻ, വാട്ട് കൈൻഡ് ഓഫ് എന്ത് കൈൻഡ് ഓഫ് കോമ്പറ്റീറ്റേഴ്സിനെ അനലൈസ് ചെയ്യേണ്ടി വരും, മാർക്കറ്റിൽ ചേഞ്ചസ് ഉണ്ട്, കോർപ്പറേറ്റ്സ് വന്നിട്ട് അടിക്കുന്നത്. സോ അവിടെ വിത്ത്സ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ബി ഓൾവേസ് വെരി മച്ച് ക്ലിയർ ഓൺ വാട്ട് ദ സ്ട്രാറ്റജി നമ്മൾ എടുക്കാൻ പോകണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യനിൽ ഞങ്ങൾ റീറ്റെയിനർ മോഡൽ വി എൻഗേജ് ദം ത്രൂ ഔട്ട്. കാരണം നമ്മൾ ആക്ച്വലി മുമ്പ് ഉണ്ടായിരുന്ന സംബന്ധിച്ച് വെച്ചാൽ സെയിൽ പറയുമ്പോൾ ആൾക്കാർ വന്നിട്ട് ഒരു ക്യാമ്പയിൻ വേണം. അപ്പോൾ ആ ക്യാമ്പയിൻ അപ്പോൾ മേ ബി നിങ്ങൾ ഡിജിറ്റലിലൊക്കെ യു ഓൾവേസ് ഫൈൻഡ് ദാറ്റ്. കാരണം സെയിൽ കാരണം ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യൂല, ഡ്രോപ്പ് ആകുമ്പോൾ വന്നിട്ട് പറയും ഞങ്ങൾക്ക് ഒരു ക്യാമ്പയിൻ വേണം. അപ്പൊ ഇതേ സെയിം സാധനം ഓഫ്ലൈനിലും ഓൺലൈനിലല്ല ഓഫ്ലൈനിലും സംഭവിച്ചുകൊണ്ടിരുന്നത്. സോ വാട്ട് വി സെറ്റ് ഞങ്ങളൊരു 4 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു മീറ്റപ്പ് വിളിച്ചു ഞങ്ങൾ എല്ലാ ക്ലയൻസിനെയും കൂട്ടിയിട്ട്. സോ വി എക്സ്പ്ലെയിൻ വാട്ട് ഇസ് സ്ട്രാറ്റജിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഞങ്ങൾ ഇനി റീറ്റെയിനർ ക്ലയൻറ്റ് കൈൻഡ് ഓഫ് മോഡലാണ് ഞങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഇഫ് യു ആർ അസോസിയേറ്റിംഗ് വിത്ത് അസ് അസോസിയേറ്റ് വിത്ത് ത്രൂ ഔട്ട് ദ ഇയർ, അല്ലെങ്കിൽ 1 വർഷത്തിനോ 2 വർഷത്തിനോ 3 വർഷത്തിനോ. സോ ആ പാർട്ടിൽ സ്റ്റാർട്ട് ചെയ്ത ജേണിയാണ് ലക്ഷ്യന്റെ കൂടെയുള്ള ജേണി, ഷോബിന്റെ കൂടെയുള്ള ജേണി, ഇപ്പൊ ഗോക്കൈറ്റ്, അങ്ങനെ കുറെ ഒരു കോളിംഗ് കുറ്റി എന്ന് പറയുന്ന ഇന്നോവേയ ബ്രാൻഡ്. സോ അതെന്ന് വെച്ചാൽ ഇവരെ കൂടെ നമ്മൾ പാർട്ണർ, സോ വി കോൾ ദം ആസ് എ പാർട്ട്നേഴ്സ്. അപ്പൊ ഞങ്ങള് പാർട്ണർ എന്നാണ് വിളിക്കുക. പാർട്ണർ ഞങ്ങളൊരു ബ്രാൻഡിനെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ പാർട്ട്നേഴ്സ്. പാർട്ണർ എന്ന് പറയുന്ന സമയത്ത് ഒരു ഫിനാൻഷ്യൽസ് നമുക്കറിയണം, ഒരു ROI നമുക്കറിയണം, കുറെ കാര്യങ്ങൾ റിവീൽ ചെയ്യണം. സോ നമ്മുടെ അടുത്ത് റിവീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മാത്രമേ നമ്മൾ റിവീൽ ചെയ്യുള്ളൂ. അപ്പൊ രണ്ടുപേർക്കും കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. നമ്മൾ ഈ പണി ഈ സ്റ്റോക്ക് ഇതാക്കാനും ഇൻവെസ്റ്റേഴ്സിനെ ഇതാക്കാനും നമ്മൾ നിൽക്കൂല. അതാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ആ ഒരു ഡെപ്തിൽ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ ഒരു കണക്ട് കിട്ടുള്ളൂ. അങ്ങനെയാണ് ആക്ച്വലി ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരു 25,000 സ്ക്വയർ ഫീറ്റ് ഫ്ലോർ ഉണ്ട് ഷോപ്പിന്റെ അകത്ത്. ഈ നേരത്തെ പറഞ്ഞ സ്റ്റുഡിയോ പോലത്തെ ട്രെൻഡ്സ് പോലത്തെ പ്രൊഡക്ട്സ്, ഭയങ്കര രസകരമായിട്ട് ഫാഷൻ, അവരെക്കാളും ബെറ്റർ പ്രൊഡക്ട്സ്, ബെറ്റർ ക്വാളിറ്റി, ബെറ്റർ പ്രൈസിങ്. അപ്പം ആക്ച്വലി ആ ഫ്ലോറിനെ മാർക്കറ്റ് ചെയ്യണം, നമ്മളെപ്പോഴും വെഡിങ് ഫോക്കസ് ആവാതെ. സോ അതിന് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി ഞങ്ങളൊരു ഫോർ എവറി വൺ എന്ന് പറഞ്ഞ ക്യാമ്പയിൻ ചെയ്തു. അപ്പം അത് ഭയങ്കര ഹിറ്റായി ഇൻ ദ സെൻസ് അതായിരുന്നു നമുക്ക് പെപ്പർ അവാർഡ്സ് ഒക്കെ കിട്ടിയ ക്യാമ്പയിൻ. സോ അത് ആക്ച്വലി ഇപ്പം നമ്മളെന്താ വെച്ചാൽ എല്ലാ കൈൻഡ് ഓഫ് ഓഡിയൻസിനും ടാർഗറ്റ് ചെയ്തു. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ആക്ച്വലി ഇപ്പം നമ്മൾ നോർമലി പറയല്ലോ, നമ്മൾ കോളേജും സ്കൂളൊക്കെ പഠിക്കും കറുത്താള്, മെലിഞ്ഞ ആള്, തടിച്ചത്. സോ വി ഹാഡ് ഓൾ ദ കൈൻഡ് ഓഫ് മോഡൽസ് ഇൻ ഇറ്റ്. ബൾക്കി മോഡൽസ് ഉണ്ടായിരുന്നു, ലീൻ മോഡൽസ് ഉണ്ടായിരുന്നു, ഡാർക്ക് ഉണ്ടായിരുന്നു, ഫെയർ. ഐ മീൻ ഡാർക്ക് ഫെയർ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഈ പറഞ്ഞ മാതിരി അങ്ങനത്തെ. പിന്നെ അതുപോലെ തന്നെ നമ്മള് ഇവിടെ നീരജ് എന്ന് പറഞ്ഞ അവന്റെ ഒരു കാല് ഇല്ല അവന്. അപ്പൊ അവനെ നമ്മൾ ആക്ച്വലി ഹി ഹാസ് ഗോട്ട് ഫാഷൻ ഫോർ എവർ ഫോർ എവറി വൺ, ഫാഷൻ ഫോർ എവർ ഫോർ എവറി വൺ എന്നല്ലേ നമ്മുടെ ടാഗ്. നമ്മളെ ഇവളുണ്ടായിരുന്നു, എന്താ അവളുടെ പേര്, നൂറിനെ നമ്മൾ നൂറിന്റെ. അപ്പൊ ആ ക്യാമ്പയിൻ ഇറ്റ് വാസ് വെന്റ് ഓൺ വൈറൽ. പിന്നെ അങ്ങനെ ഫോളോ അപ്പ് ക്യാമ്പയിൻസ് കുറെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആക്ച്വലി അടിപൊളി മോഡലാ. കാരണം അത് ശരിക്കും കാണാനുണ്ട് കേട്ടോ. ശോഭിക ഈസ് സ്റ്റിൽ അറ്റ് ദ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ, പക്ഷെ റെസ്റ്റ് എവ്രിവൺ ഈസ് സ്ട്രഗ്ലിംഗ്. അത് ശരിക്കും എല്ലാ കൊല്ലങ്ങളും ആ റീറ്റെയിനർ മീൻസ് റീകോൾ വരികയാണല്ലോ, ബ്രാൻഡിനെ ഫ്രഷ്നെസ് കീപ്പ് ചെയ്യില്ലേ. അത് പലപ്പോഴും ആ ക്യാമ്പയിൻസ്. പിന്നെ അടുത്തൊരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഹിറ്റായ സാധനമായിരുന്നു. നമ്മള് ഈ വെഡ്ഡിങ്സ് അത് 3 കൊല്ലം 4 കൊല്ലം ടൈം ചെയ്തിട്ട് 3 വർഷം കഴിഞ്ഞു. വെഡ്ഡിങ് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഡ്രീമി കൈൻഡ് ഓഫ് സാധനം. അപ്പൊ പൂളിന്ന് വെള്ളത്തിന്റെ അടിയിൽ നിന്ന് പൂളിൽ കല്യാണം കഴിക്കേണ്ടി വരും, ചിലപ്പോൾ കാട്ടിൽ നിന്ന് കല്യാണം കഴിക്കേണ്ടി വരും, ചിലപ്പോൾ കടലിൽ നിന്ന് കല്യാണം കഴിക്കേണ്ടി വരും. സോ ഈ ഒരു തോട്ടിൽ നമ്മൾ ആക്ച്വലി വി വെന്റ് ഓൺ ഫോർ ആൻ ആഡ് ഷൂട്ട്. സോ ആക്ച്വലി ഒരു ബ്രൈഡൽ ലിറ്ററലി നമ്മൾ വയനാട്ടിൽ റിസോർട്ട് എടുത്തിട്ട് അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൂളിന്റെ അടിയിൽ കപ്പിൾസ് ഭയങ്കര രാത്രി 1 മണി 2 മണിയൊക്കെ ഷൂട്ട് പോയിട്ടുണ്ട്. കാരണം അവർക്ക് മസിൽ കയറുക, വെള്ളത്തിന്റെ അടിയിൽ കാരണം ഷൂട്ട്, ക്യാമറ, ലൈക്ക് ഇറ്റ് വാസ് ക്വൈറ്റ് ഇൻട്രസ്റ്റ്. അപ്പൊ അത് പിന്നെ ഒരു കാട്ടില്, പിന്നെ കടലില്. സോ ഇറ്റ്സ് ലൈക്ക് സോ എവ്രി വൺ വാണ്ട് देयर വെഡിങ് ടു ബി എന്താ ഭയങ്കര ഡ്രീമി വെഡിങ്. അപ്പോ ഈവൺ നിങ്ങൾ പറഞ്ഞപ്പോ അതായി പോ അല്ലെ, ഫസ്റ്റ് മെക്ക പോയി 1 വർഷം നടന്നു. പിന്നെ സെക്കൻഡ് മാരേജ് നടത്തുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലേക്കുള്ള ഡ്രസ്സ്, കോസ്റ്റ്യൂം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞത് ലൈക്ക്
നമുക്കപ്പോൾ ആക്ച്വലി ദാറ്റ്സ് ദ മൊമെന്ററി മാർക്കറ്റിംഗ് ആണ്. അപ്പം നമ്മൾ ആക്ച്വലി ഇപ്പൊ ഇതാണ് പീപ്പിൾ ആർ എക്സ്പെക്ടിങ് ദിസ് കൈൻഡ് ഓഫ് ഷൂട്ട്സ്. ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് നമ്മളെ ദേ കൻ കണക്ട്. ഈ ആഗ്രഹമായിട്ട് നടക്കുന്ന എല്ലാവർക്കും പെട്ടെന്ന് ഒരു ഔട്ട്ഡോർ ക്യാമ്പയിൻ കാണുമ്പോൾ അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാമ്പയിൻ കാണുന്ന സമയത്ത് ഓക്കെ ദിസ് ക്യാൻ ആ ബ്രാൻഡായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ രസകരമായ കുറെ ക്യാമ്പയിൻസ് നമ്മൾ ഡൺ ഫോർ ഷോവിക. ഓക്കെ,